ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും +2 കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അഡ്മിഷൻ എടുത്തവരുണ്ടായിരിക്കാം. എന്നിരുന്നാലും എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഡിസ്റ്റൻറ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി വളരെ ലിമിറ്റഡ് സീറ്റുകളൊക്കെ പല സബ്ജക്റ്റിനുള്ളൂ. അപ്പോൾ എത്രയും വേഗം കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഏതൊക്കെ ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് ഒരു യൂണിവേഴ്സിറ്റി ബെറ്റർ ആണ് എന്ന് ചിന്തിക്കുക എന്നുള്ളത്. അപ്പം അതിന് മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും UGC അപ്രൂവ്ഡ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. UGC അപ്രൂവ്ഡ് ആണെങ്കിൽ അതിന് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. പല യൂണിവേഴ്സിറ്റികളും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. പല യൂണിവേഴ്സിറ്റികളും പല ക്രൈറ്റീരിയകളും എല്ലാതും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഭാവിയിലേക്ക്, അതായത് ഫ്യൂച്ചറിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഏതൊരു കോഴ്സ് എടുക്കുന്നതാണെങ്കിലും നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ക്യാഷും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം രണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഷോർട്ട് ടൈം കോഴ്സ് അല്ല ഡിഗ്രി എന്ന് പറയുന്നത്, 3-4 വർഷത്തെ കാര്യമാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് പല ഫ്യൂച്ചർ പ്ലാൻസും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിന് ഏത് ഡിഗ്രി ആണോ, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഇപ്പോൾ ചിലപ്പോൾ PSC ഒക്കെ പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് PSC ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരു പോലുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണ്. അല്ലാതെ ഒരുപാട് ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ട, ഇപ്പോൾ ജസ്റ്റ് ഒരു PSC മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി വേണം എന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ. പല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ പലർക്കും പല ക്രൈറ്റീരിയാസ് ആയിരിക്കും, പല രീതിയിലായിരിക്കും അവരുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിരിക്കും ഓരോ യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമോ എന്നുള്ളതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു ജോബിന് പോകുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സർട്ടിഫിക്കറ്റും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് വാല്യൂ ഉണ്ടാവോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് പണ്ടത്തെ കാലം പോലെയല്ല, ഇന്ന് എല്ലാ സ്റ്റുഡൻസും ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച്, അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഇഗ്നു യൂണിവേഴ്സിറ്റി ഈസ് മോർ ബെറ്റർ. അത് പറയാൻ ഒരുപാട് ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഉണ്ട്. കാരണം നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. എബ്രോഡ് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ PSC, UGC, SSC എല്ലാം അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് ഇഗ്നു എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും പുറത്തോട്ട് പോകുവാനാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. അപ്പം നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് ഒരുപാട് ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒരുപാട് ഇയേഴ്സിൻ്റെ ബാക്കപ്പും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരങ്ങളും കാര്യങ്ങളെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരെ എത്രയും വേഗം കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ വാല്യൂ ഉള്ളത് എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വാല്യൂവിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും പാടില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന
പണത്തിനും അതുപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിനും നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവണം. അപ്പം അത് നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഏതൊരു യൂണിവേഴ്സിറ്റിയും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പല യൂണിവേഴ്സിറ്റികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. അപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഓൾമോസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.